എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങേപോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും തീർത്തും നിലവാരമില്ലാത്ത രീതിയിലാണ് അങ്ങക്കെതിരെയുള്ള അധിക്ഷേപ വാക്കുകൾ ചുരുക്കുന്നത്. എന്റെ ചെലവിൽ അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ ഞാനതിന് ഉത്തരവാദിയല്ല. പ്രതിപക്ഷ നേതാവിനെ പാർലമെന്റ് കാര്യ മന്ത്രിയും മുഖ്യമന്ത്രിയും അധിക്ഷേപിക്കുകയും ചെയ്തതിനെ അങ്ങ് അപലപിക്കുകയാണ്. അടി പൂരടി നിയമസഭ ആയാൽ ഇങ്ങനെയാവണം. സഭാ സമ്മേളനം തുടങ്ങിയ ഉടൻ പ്രതിപക്ഷവും ഭരണകക്ഷിയും അടി തുടങ്ങി. പ്രധാന തർക്ക വിഷയം എന്താണ്? ആർക്കാണ് വിവരമില്ലാത്തതെന്നായിരുന്നു പ്രധാന വിഷയം. ഇരുവരും പരസ്പരം നിലവാരമില്ലാത്തവരെന്ന് വിളിച്ചു. ഫലത്തിൽ ജനത്തിനു മുമ്പിൽ രണ്ടുപേരും നിലവാരമില്ലാത്തവരായി. നാട്ടുകാർക്കത് ബോധ്യപ്പെടുത്തി കൊടുത്തു. നമ്മുടെ തൃത്താല മന്ത്രി MP രാജേഷിന് നിലവാരത്തിലൊന്നുമായിരുന്നില്ല പ്രശ്നം, പക്വതയിലായിരുന്നു പ്രശ്നം. VD സതീശിന് പക്വതയില്ലത്രേ. സാധാരണ കോൺഗ്രസ്സുകാരെ എല്ലാവരും ആക്ഷേപിക്കുക അവരുടെ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പക്വതയില്ലെന്നാണ്. എന്നാൽ MP രാജേഷിന് ആ അഭിപ്രായമൊന്നുമില്ല. നല്ല പക്വമതിയാണ് രാഹുൽ ഗാന്ധി. പക്ഷേ സതീശന് പക്വതയില്ല. കേരളത്തിലെ സതീശനും പ്രതിപക്ഷത്തിനും പക്വതയില്ലെന്നേ രാജേഷ് പറയുന്നുള്ളൂ. കന്യാകുമാരിയും മഞ്ചേശ്വരവും കളിയിക്കാവിളയും മുത്തങ്ങയും ഒക്കെ കഴിയുമ്പോൾ കോൺഗ്രസ് നല്ല പക്വതയുള്ളവരാവും. അതുകൊണ്ടാണല്ലോ ഹരിയാനയിലെ ഭിവാനിയിൽ 90-ൽ 1 സീറ്റ് കോൺഗ്രസ് മുന്നണിക്കാരൻ CPM ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. സതീശന് വേറൊരു പരാതി കൂടിയുണ്ട്. സതീശൻ്റെ പ്രസംഗം സ്പീക്കർ രേഖയിൽ നിന്ന് നീക്കി. അതോടെ സ്പീക്കർ നിഷ്പക്ഷതയോട് വിട പറഞ്ഞതായി സതീശൻ ആരോപിക്കുന്നു. ഞാനൊരു വിശ്വാസിയാണെന്ന് സതീശൻ എടുത്തു പറയുന്നുണ്ട്. സതീശൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി എന്താണെന്ന് പരിശോധിച്ച് നോക്കാൻ വീഡിയോ റീവൈൻഡ് ചെയ്തു നോക്കി. ഹൈന്ദവ വിശ്വാസി എന്നൊന്നും സതീശൻ പറഞ്ഞിട്ടില്ല. ഞാനൊരു മുസ്ലിമാണെന്ന് KT ജലീലും PB അൻവറും ആവർത്തിച്ച് പറയുമ്പോൾ ഞാനൊരു ഹൈന്ദവ വിശ്വാസിയാണെന്നോ മറ്റോ സതീശൻ പറഞ്ഞോ എന്ന് നോക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹം വിശ്വാസി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങേപോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും അതുകൊണ്ട് എന്റെ നിലവാരം ഇളക്കാൻ അങ്ങ് വരണ്ട. നിത്യവും പ്രാർത്ഥിക്കും. പക്ഷേ പിണറായി വിജയനെ പോലെ ഒരു അഴിമതിക്കാരനാവരുതേ എന്നാണ് സതീശൻ്റെ പ്രാർത്ഥന. ഇത് കേട്ട് പിണറായി വിജയനും ചിരി വന്നു. അതോ സങ്കടമോ? ഞാൻ അഴിമതിക്കാരനാണെന്ന് ആരും പറയില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ആരുമില്ലെങ്കിലും ഞാനും സംസ്ഥാന സെക്രട്ടേറിയറ്റും BBയും ഒന്നും പറയില്ല. നാട്ടുകാരുടെ കാര്യം നമുക്ക് പിന്നെ എങ്ങനെ പറയാനാണ്? ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത്. സർ, അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ. ആ പ്രാർത്ഥന എന്താകാനാണ്? എന്താണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയത്? ഇവിടെ അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. സർ, നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ്, VD സതീശൻ ആരാണ് എന്നതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട്. സർ, VD സതീശൻ്റെ പ്രാർത്ഥനയിൽ എന്താണുള്ളത് എന്ന് എനിക്കറിയില്ല. പക്ഷേ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട. നിങ്ങൾക്ക് സർ, ഇവർക്ക് വേണ്ടത് LDFനെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം. അതിൻ്റെ ഭാഗമായി LDFൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പ്രതീകമായി നിൽക്കുന്ന എന്നെ ഏതെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാൻ പറ്റുമോ അതിനുള്ള അവസരമാണ് അവർ നോക്കുന്നത്. തർക്കം മൂക്കുന്നതിനിടയിൽ കൈവിറയലുണ്ടെങ്കിലും മന്ത്രി ശിവൻകുട്ടി മുണ്ടുമാടിക്കുത്തി വെല്ലുവിളിച്ചിറങ്ങി എന്നാണ് പറയുന്നത്. പ്രതിപക്ഷ നിരയിലെ ഓരോരുത്തരെയും ഒന്ന് കൈകാര്യം ചെയ്യാൻ. പക്ഷേ പിണറായി തടഞ്ഞു. 9 കൊല്ലം മുമ്പ് KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിയമസഭയിൽ മുണ്ടഴിച്ച് ഡാൻസ് കളിച്ച ആളാണ് ശിവൻകുട്ടി. അന്ന് പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഇന്ന് ഭരണപക്ഷത്ത് എന്ന് മാത്രം. പിന്നെ മന്ത്രിയും. എന്നാൽ ഈ അടിയൊക്കെ നിയമസഭയിൽ മാത്രമേ ഉള്ളൂ. പുറത്തെത്തിയാൽ അവരൊന്നാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി. പിന്നെ അൻവറിൻ്റെ കാര്യം. എല്ലാ ഹിന്ദുക്കളെയും ഹിന്ദു പേരുകാരെയും RSS ആക്കാനിരിക്കുകയാണ് അൻവർ. നേരത്തെ CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെയാണ് RSS ആക്കിയത്. ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് VD സതീശനെയും അൻവർ RSS ആക്കിയിരിക്കുന്നു. കേന്ദ്രം പുനർജനി കേസ് അന്വേഷിക്കാത്തത് സതീശൻ RSSകാരനായതുകൊണ്ടാണത്രേ. അപ്പോൾ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് പുനർജനി കേസ് അന്വേഷിക്കാത്തത്? പണ്ട് DMK BJP സഖ്യത്തിലിരുന്ന കാര്യമൊന്നും അൻവറിന് ഓർമ്മയില്ല. ചെന്നൈയിൽ DMKയുമായി കൂട്ടുകൂടാൻ ചർച്ചകൾ നടത്തുമ്പോൾ
മുരശലിമാരനും DMK സഖാക്കളുമൊക്കെ പണ്ട് വാജ്പേയി മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന കാര്യമൊന്നും അൻവർ മറക്കേണ്ട.